ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്രിപ്പ് എങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. സമയം ഉച്ചയ്ക്ക് 1:30 ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമുക്ക് ഗുരുവായൂർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും എല്ലാം കാണാം, പോണ വഴികളൊക്കെ കാണാം. ഗുരുവായൂർ അമ്പലത്തിൽ അകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷെ പുറത്തുള്ള വീഡിയോസ് എല്ലാം നമുക്ക് കാണാം. ഗുരുവായൂരിലേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ. അപ്പോൾ മോനൊരു മുണ്ടെടുക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. മുണ്ടെടുത്തു. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്, കൂത്താമ്പള്ളി. നമ്മൾ തൃശ്ശൂർ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ടണലിനകത്തൂടെ പോവാൻ പോവാണ്. തൃശ്ശൂർ റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് പാലക്കാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 2.5 മണിക്കൂർ വേണം ഗുരുവായൂരിലേക്ക്. നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ല നല്ല വീടുകൾ കാണാം കേട്ടോ. നല്ല സ്റ്റൈലൻ വീടുകൾ കാണാം. വണ്ടി ഭയങ്കര ഫാസ്റ്റാണ്. ഇവിടുത്തെ എഞ്ചിനീയറിനെ പാലക്കാടിലേക്ക് കിട്ടുമില്ല. Everything looks so good, right? Looks like we are seeing some movie or something, bro. Everything is good. Both the sides, they are both good. Too good. That is also too good. I have to hold a kattara perfect. It looks so beautiful, man. But our garage is also good. Like our house is. ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് ഞങ്ങള്. നമ്മളിപ്പോൾ നേരെ കിഴക്കേ നടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ചൂട് കുറവുണ്ട്, മഴമൂടൽ പോലെയുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ റൂമിലാണുള്ളത്. കുറേ അന്വേഷിച്ചിട്ടാണ് കേട്ടോ ഒരു റൂം കിട്ടിയത്. നല്ല തിരക്കാണ്, അതുകൊണ്ട് റൂമൊന്നും ഇവിടെ കിട്ടാനില്ല. ഞങ്ങൾ റെഡി ആയിട്ട് ഇന്നിപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങൾ റൂം എടുത്തു, ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാം നിറയെ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ അന്വേഷിച്ചിട്ട് അവസാനം കിട്ടിയ
മുറിയാണിത്. അവസാനം കിട്ടിയ ഗസ്റ്റ് ഹൗസാണ്. ഫുള്ളാണ് എല്ലാം അവിടെ. ലോക്ക് റൂമിൽ സാധനം വെക്കാനുള്ള തിരക്കാണ്. നമ്മളപ്പോൾ ശീവേലി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ മടങ്ങുന്നത്. ഇനി കാലത്ത് 3 മണിക്ക് എണീച്ച് വാഗച്ചാർത്ത് കാണാൻ വരണം. സമയം ഇപ്പോൾ 11:30 കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. മിക്ക ഹോട്ടലും ക്ലോസ് ചെയ്തു. ഒരു ഹോട്ടലിൽ കുഴപ്പമില്ല, ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞു. കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഉടനെ തന്നെ വീണ്ടും വരണം, ക്യൂവിൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ദർശനത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും കാണണം. അതുവരേക്കും ബൈ ബൈ.